അമേരിക്കൻ പ്രസിഡന്റായ രണ്ടാം വട്ടവും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അതിബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരൻ എന്ന വിശേഷണമാണ് ട്രംപിന് യോജിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പലതവണ പറഞ്ഞത്. ട്രംപ് അധികാരത്തിൽ എത്തിയതു മുതൽ പലവിധ മാറ്റങ്ങൾക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപ് എന്ന വ്യാപാരിയുടെ ഏറ്റവും പ്രത്യാഘാതമുണ്ടാക്കുന്ന നിലപാട് മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ്. ചൈനയ്ക്കെതിരെ 60%, മെക്സിക്കോ, കാനഡ എന്നിവയ്ക്കെതിരെ 25%, മറ്റ് ചില രാജ്യങ്ങൾക്കെതിരെ 40% വരെയും തീരുവ ചുമത്താനുള്ള തീരുമാനം ലോക വ്യാപാരത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും പ്രവചനാതീതമായി ബാധിക്കും. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് പനാമ കനാലും ഗ്രീൻലാൻഡും പിടിച്ചെടുക്കുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം. അതായത് ലോകക്രമവും ലോക സമാധാനവും ട്രംപിന്റെ പ്രശ്നങ്ങളല്ല. സാമ്പത്തികവും സൈനികവുമായ ശക്തി ഉപയോഗിച്ച് വേണ്ടത് നേടിയെടുത്ത് അമേരിക്കയെ വീണ്ടും ഏറ്റവും മഹത്തരവും ഏറ്റവും സമ്പന്നവുമാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ നയം എല്ലാ രാജ്യങ്ങളെയും പല രീതിയിലാണ് ബാധിക്കുക. താരതമ്യേന ഇന്ത്യക്ക് പ്രശ്നങ്ങൾ കുറയാനാണ് സാധ്യത. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധവും സാമ്പത്തിക സഹകരണ സാധ്യതകളും ചൈന ഘടകവും അമേരിക്ക ഇന്ത്യ ബന്ധത്തെ ശക്തിപ്പെടുത്തിയേക്കുമെന്നാൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് അമേരിക്ക റഷ്യൻ ക്രൂഡ് ഓയിൽ കമ്പനികൾക്കും ചരക്ക് കപ്പലുകൾക്കും ഏർപ്പെടുത്തിയ പുതിയ ഉപരോധം. ഇത് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തെ ബാധിക്കുമോ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഈ ഒരു സാഹചര്യം തരണം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇന്ത്യ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപരോധം ഇന്ത്യയെ ബാധിക്കുമെന്നത് ഉറപ്പ് തന്നെയാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ വെല്ലുവിളി നേരിടുന്നതിനായി ബദൽ നീക്കങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ രാജ്യം. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ വലിയ വിലക്കിഴിവിലാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ തീരുമാനിച്ചത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. ഈ സാഹചര്യം നിലവിൽ വന്നതോടെ പരമ്പരാഗത വ്യാപാര പങ്കാളികളായ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറുകയായിരുന്നു. എന്നാൽ ഈ ഇളവ് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നൽകിയ ഇളവുകൾ ക്രമേണ കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യം വന്നതോടെ ഗാസ്പ്രോം നെഫ്റ്റ്, സർഗർ നെഫ്റ്റ് ഗ്യാസ് തുടങ്ങിയ റഷ്യൻ എണ്ണ ഉൽപ്പാദകർക്കും റഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 183 കപ്പലുകൾക്കുമെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തുന്നത് വഴി ചൈനയ്ക്കും ഇന്ത്യക്കും ഇതൊരു അടിയായി മാറുമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. ഇവിടെയാണ് നിലനിൽപ്പിനായി ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുമെന്നത് തീർച്ചയുമാണ്. അതിൽ ഇന്ത്യ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ, അമേരിക്ക, ഗയാന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ ആയിരിക്കും. റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഓയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുമായുള്ള ടൈം സപ്ലൈ കരാറുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളുമായി വളരെ സൗഹൃദപരമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. റഷ്യയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുമെന്നതും തീർച്ചയാണ്.